ഇദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ എതിർക്കുന്നുണ്ടെങ്കിൽ സർ, ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഇവിടെ സംസാരിക്കുക? അദ്ദേഹം ആദ്യം എന്നെയല്ലേ തിരുത്തുക? ഞാൻ ഏറ്റവും ആത്മീയ പ്രധാനിയായി കാണുന്ന മഹൽ വ്യക്തിത്വമാണ് ഈ പ്രസംഗിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയ്ക്കെതിരാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമോ സാർ? ഉടനെ തന്നെ ജഡ്ജിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ഹർജി പിൻവലിച്ചു. അതിലുള്ള നടപടിക്രമങ്ങൾ ഒഴിവാക്കി സമ്മേളനം നടത്തുവാൻ മഹാനവറുകൾക്ക് അനുമതി നൽകി. ആ മഹാനായ പാങ്ങിൽ ഉസ്താദിനെ നേരിൽ കാണാൻ ഭാഗ്യം ലഭിച്ച വലിയ ഒരു വ്യക്തിത്വമാണ്. കാസർഗോഡ് നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ അഭിമാനത്തോടെ പറയാൻ കഴിയും, മഹാനായ നൂറുൽ ഉലമ ശൈഖുന എം.എ. ഉസ്താദ് അവറുകൾ, അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ സദസ്സിലിരിക്കുന്ന SSFന്റെ പ്രവർത്തകന്മാരോട്, SYSകാരോട്, മുസ്ലിം ജമാഅത്തുകാർക്കൊക്കെ നമ്മുടെ പഴയകാല നേതാക്കളെ കുറിച്ച് നന്നായിട്ട് അറിയാം. പുതിയ തലമുറ അറിയണം നമ്മുടെ പ്രസ്ഥാനത്തെ നയിച്ച കഴിഞ്ഞകാല നേതാക്കളെ കുറിച്ചുകൊണ്ട്. മുസ്ലിം കേരളത്തിന്റെ നവോത്ഥാന ശില്പി എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാൻ പറ്റുന്ന പണ്ഡിതനാണ് നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അവറുകൾ. 1924 മഹാനവറുകൾ ജനിച്ചത്. പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെയും വയപ്പ കുഞ്ഞായ മുസ്ലിയാരെയും ചാവക്കാട് ഹുസൈൻ മുസ്ലിയാരെയും ശൈഖ് ആദം ഹസ്രത്തിന്റെയും പക്കലിൽ നിന്ന് വിജ്ഞാനം നേടാൻ മഹാസൗഭാഗ്യം ലഭിച്ച പണ്ഡിതനാണ്. ആത്മീയ ഗുരുക്കളായി എം.എ. ഉസ്താദിന്റെ വഴിയിൽ വഴികാട്ടിയായി പ്രോജ്വലിച്ചു നിന്ന താരങ്ങളാണ് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാര്, കക്കടിപ്പുറം അബൂബക്കർ മുസ്ലിയാര്, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാര്, പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാര്, മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാര്. ഇവരെ പോലെയുള്ള മഹാത്മാക്കളായ ആത്മീയ സൂര്യ തേജസ്സുകൾ മഹാനായ എം.എ. ഉസ്താദിന് വഴികാട്ടിയായിരുന്നു. ആ എം.എ. ഉസ്താദ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ കുറിച്ച് പറയാതെ നമുക്ക് എങ്ങനെയാണ് സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ വിളംബരം പറയാനാവുക? 1951 മുതൽ 1973 വരെ മൊട്ടമ്മൽ മുദരിസായി മഹാനവറുകൾ സേവനം ചെയ്തു. ഒട്ടനവധി ആലിമീങ്ങൾ ദർസ് നടത്തിയ തളിപ്പറമ്പ് ഖുവത്തുൽ ഇസ്ലാം, ആ ഖുവത്തുൽ ഇസ്ലാമിൽ 1973 മുദരിസായി വന്നു. 5 കൊല്ലം മഹാനായ ഉസ്താദ് അവറുകൾ അവിടെ സേവനം ചെയ്തു. 1979 മുതൽ കാസർഗോഡ് കേരള മുസ്ലിമീങ്ങൾക്ക് അഭിമാനത്തിന്റെ ശിലാകേന്ദ്രമായി മാറിയിട്ടുള്ള ജാമിയ സഅദിയ, ആ ജാമിയ സഅദിയുടെ മാനേജറും പ്രധാന അധ്യാപകനുമായി 79 മുതൽ മഹാനായ എം.എ. ഉസ്താദ് ഉണ്ടായിരുന്നു. വിജ്ഞാന പ്രചരണ പ്രസരണ മേഖലയിൽ ഒരു ജീവിതം ഒഴിഞ്ഞു വെച്ച മഹാമനീഷി, അതാണ് നൂറുൽ ഉലമ മഹാനായ എം.എ. ഉസ്താദ് അവറുകൾ. 1947 സമസ്തയുടെ ജനറൽ ബോഡി മെമ്പറായി രംഗപ്രവേശനം ചെയ്തതാണ് എം.എ. ഉസ്താദിന്റെ സംഘടനാ രംഗത്തേക്കുള്ള കാൽവെപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ അറിയണം, 1951 സമസ്തയുടെ ഒരു സമ്മേളനം വടകരയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. ആ വടകരയിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ ഒരുപക്ഷെ പങ്കെടുക്കുന്ന ഉലമാക്കളുടെ കൂട്ടത്തിൽ, സമസ്തയുടെ ഉലമാ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ പണ്ഡിതനായിരുന്നു മഹാനായ എം.എ. ഉസ്താദ് അവറുകൾ. പക്ഷേ ആ ചെറുപ്പക്കാരനായ എം.എ. ഉസ്താദിന്റെ പ്രമേയ അവതരണത്തിലൂടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർക്കിടയിൽ ശ്രദ്ധ നേടിയ ഒരു വലിയ മനുഷ്യനായി പിന്നീട് ചരിത്രത്തിൽ എം.എ. ഉസ്താദ് അറിയപ്പെടുകയാണ്. എന്താണ് ആ പ്രമേയ അവതരണത്തിൽ എം.എ. ഉസ്താദ് മുന്നോട്ട് വെച്ച നയം? നമുക്കറിയാം, പഴയകാലത്ത് മതപഠനം ഓത്തുപള്ളികളിലായിരുന്നു, സ്കൂളുകളിലായിരുന്നു. ഒരു വ്യക്തമായ പഠന രീതിയില്ല, ഒരു വ്യക്തമായ സിലബസ് ഇല്ല. പ്രധാനമായിട്ടും മതപഠനത്തിന്റെ ഭാഗമായി നടക്കാറുള്ളത് ഖുർആൻ പഠനമാണ്. എന്നാൽ സ്കൂളുകളിൽ മതവിദ്യാഭ്യാസം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉള്ള കാലത്തുണ്ടായിരുന്നത് പോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അത് നിർത്തൽ ചെയ്തു.
മതം പഠിക്കാൻ എന്തുണ്ട് വഴി? ഒരു വ്യവസ്ഥാപിതമായ ഒരു പ്രത്യേക സിലബസ് രീതിയിൽ മതപഠനം കുട്ടികൾക്ക് അനിവാര്യമാകുന്ന രൂപത്തിൽ ഇവിടെ സംവിധാനിച്ചിട്ടില്ല എങ്കിൽ വളരുന്ന തലമുറ ധാർമ്മികമായി വളരാതെ വഴിതെറ്റിപ്പോകുമെന്ന് പ്രായം കുറഞ്ഞ പണ്ഡിതന്റെ ദീർഘവീക്ഷണമാണ് വടകരയിലെ സമസ്തയുടെ സമ്മേളനത്തിൽ ഒരു പ്രമേയമായിട്ട് വരുന്നത്. അതിനു മുമ്പ് 1951 വടകര സമ്മേളനം നടക്കുന്നതിന്റെ മുമ്പ് 51 ഫെബ്രുവരി ലക്കത്തിലെ മഹാനായ MA ഉസ്താദിന്റെ അൽബയാൻ ഫെബ്രുവരി ലക്കത്തിൽ ഉസ്താദിന്റെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. മതവിദ്യാഭ്യാസത്തിന്റെ പുതിയ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചുകൊണ്ടുള്ള ലേഖനം. ആ ലേഖനമാണ് കേരളത്തിൽ മദ്രസ പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു ആശയത്തെ കുറിച്ചുള്ള ആലോചനകൾക്ക് തിരികൊളുത്തിയത്. ആ പ്രമേയത്തിൽ ഉൾക്കൊള്ളിച്ച കാര്യവും അതായിരുന്നു. ഒരു ബദൽ സംവിധാനം, ശാസ്ത്രീയമായ പാഠ്യപദ്ധതി, വ്യവസ്ഥാപിതമായി തന്നെയുള്ള മദ്രസ പഠനം. ഇതായിരുന്നു ലേഖനത്തിലാണെങ്കിലും പ്രമേയത്തിലാണെങ്കിലും മഹാനായ MA ഉസ്താദ് അവതരിപ്പിച്ചത്. MA ഉസ്താദിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സമസ്തയുടെ സ്ഥാപക നേതാക്കളെ കാണാൻ ഭാഗ്യം ലഭിച്ച ഒരു പണ്ഡിതൻ. പറവണ്ണയുടെ നേതൃത്വത്തിൽ ഈ പ്രമേയത്തെക്കുറിച്ച് പഠിച്ച് പദ്ധതി തയ്യാറാക്കാൻ ഒരു സബ് കമ്മിറ്റി രൂപം കൊള്ളാൻ തീരുമാനിച്ചു. ആ സബ് കമ്മിറ്റി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അതിലെ ഒരു അംഗം മഹാനായ MA ഉസ്താദായിരുന്നു. ആ സബ് കമ്മിറ്റിയുടെ രണ്ടാമത്തെ യോഗം സമസ്തയുടെ ആദർശ പോരാളിയായിരുന്ന വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ അവരുടെ വീട്ടിൽ വെച്ച് നടക്കുന്നു. ആ യോഗത്തിൽ വെച്ചുകൊണ്ടാണ് സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് രൂപം കൊള്ളുന്നത്. ആ സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡ് രൂപം കൊള്ളുന്നതിലേക്ക് ആവശ്യമായ ആലോചനകൾക്കും ചർച്ചകൾക്കും തുടക്കം കുറിച്ചത് മഹാനായ MA ഉസ്താദായിരുന്നു. 1989 സുന്നി വിദ്യാഭ്യാസ ബോർഡ് നിലവിൽ വന്നു. അതിന്റെ ജനറൽ സെക്രട്ടറി മഹാനായ MA ഉസ്താദ് അവറുകളായിരുന്നു. ശേഷം അഖിലേന്ത്യാ ബോർഡ് നിലവിൽ വന്നു. അതിന്റെ പ്രസിഡന്റായി MA ഉസ്താദ് നിയമിതനായി. 1958 സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീൻ മദ്രസാധ്യാപകന്മാരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ, മദ്രസ മുഅല്ലിമീങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാൻ, ബോർഡിന്റെ പ്രവർത്തനം ശാസ്ത്രീയമായി മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ 1958 പിറവിയെടുത്തു. അതിന്റെ നേതൃത്വത്തിലും ഉണ്ടായിരുന്നത് മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദ് അവറുകളാണ്. ഈ ജംഇയ്യത്തുൽ മുഅല്ലിമീൻ കേരളത്തിൽ ആദ്യമായി രൂപം കണ്ട റേഞ്ച് 1958 പയ്യന്നൂർ റേഞ്ചാണ്. അന്ന് പയ്യന്നൂർ റേഞ്ചിന്റെ പരിധി വളപട്ടണം മുതൽ ചന്ദ്രഗിരി പുഴ വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് പയ്യന്നൂർ റേഞ്ച്. ആ പയ്യന്നൂർ റേഞ്ചിന്റെ പ്രഥമ പ്രസിഡന്റായത് മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദ് അവറുകളായിരുന്നു. 1965 ഈ റേഞ്ചുകളുടെ കേന്ദ്ര കൗൺസിൽ നിലവിൽ വന്നപ്പോൾ മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദാണ് അന്നതിന്റെ വൈസ് പ്രസിഡന്റ് ആയത്. 1976 ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ കേന്ദ്ര കൗൺസിൽ സെക്രട്ടറിയായി MA ഉസ്താദ് നിയമിതനായ ശേഷമാണ് വ്യക്തമായ പ്രവർത്തന പദ്ധതിയും അടുക്കും ചിട്ടയുമുള്ള ഒരു സംവിധാനം രൂപപ്പെട്ടു വന്നത്. അങ്ങനെ സർവ്വ മേഖലയിലും പങ്കുവഹിച്ച മഹാനായ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ MA ഉസ്താദ് അവറുകൾ അല്ലാഹു തആല അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് റബ്ബ് തആല നമ്മളെ കബൂലാക്കുമാറാകട്ടെ. MA ഉസ്താദിന്റെ ഇടപെടലുകൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. 1976 മുഅല്ലിം ക്ഷേമനിധി വന്നു. മുഅല്ലിമീങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും കണ്ടറിയാൻ, അവരെ സഹായിക്കാനുള്ള ഒരു സംവിധാനം MA ഉസ്താദിന്റെ ആലോചനയിൽ നിന്നാണത്. 1977 സെപ്റ്റംബർ മുതലാണ് മുഅല്ലിമീങ്ങൾക്ക് ക്ഷേമനിധിയിലൂടെ സഹായങ്ങൾ ചെയ്തു തുടങ്ങിയത്. 1954 സമസ്തയുടെ 20ാം വാർഷിക സമ്മേളനം താനൂരിൽ നടക്കുകയാണ്. സമസ്ത സമ്മേളന ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു യുവജന കൺവെൻഷൻ നടക്കുന്നു. ആരാണ് നേതൃത്വം? ആ കൺവെൻഷനിൽ വിഷയങ്ങൾ അവതരിപ്പിച്ച് സംസാരിക്കുന്നത് ആദർശ കേരളത്തിന്റെ പോരാളിയും തേരാളിയുമായ
മർഹൂം ശൈഖിന അബ്ബദി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മറ്റൊന്ന് പറവണ്ണ മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ. ആ രണ്ടുപേരും യുവജനങ്ങളുടെ ബാധ്യതയെക്കുറിച്ച് യുവജന കൺവെൻഷനിൽ ചർച്ചയായി. സംഘടിത പ്രവർത്തനത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ആ യുവജന കൺവെൻഷനിൽ ചർച്ചയായി. അങ്ങനെ ഒരു യുവജന പ്രസ്ഥാനം സമസ്തക്ക് വേണമെന്ന ഒരാശയം രൂപപ്പെട്ടു വരികയാണ്. കോഴിക്കോട് കുറ്റിച്ചിറയിൽ അൻസാറുൽ മുസ്ലിമീൻ സംഘം, ആ അൻസാറുൽ മുസ്ലിമീൻ സംഘം ഓഫീസിൽ ഒരു യുവജന കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നു. ആ യുവജന കൺവെൻഷനിൽ വെച്ചുകൊണ്ടാണ് സമസ്ത കേരള സുന്നി യുവജന സംഘം SYS പിറവിയെടുക്കുന്നത്. ആ SYSന്റെ പ്രവർത്തന രേഖ, രൂപരേഖ അത് തയ്യാറാക്കാൻ 1960 ചുമതലപ്പെടുത്തിയ പണ്ഡിതൻ സമസ്തക്കൊരു യുവജന പ്രസ്ഥാനം പിറവിയെടുത്തു. ആ യുവജന പ്രസ്ഥാനത്തിന്റെ ഒരു രൂപരേഖ തയ്യാറാക്കാൻ, പ്രവർത്തന രൂപരേഖ തയ്യാറാക്കാൻ 1960 സമസ്ത ചുമതലപ്പെടുത്തിയ പണ്ഡിതനാണ് നൂറുൽ ഉലമ MA ഉസ്താദ് അവറുകൾ. എന്തിനും കഴിവുള്ള പണ്ഡിതനായിരുന്നു. ആ രൂപരേഖ 1961 ഉയർന്ന പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നേതാക്കൾ പരിശോധിക്കുകയും MA ഉസ്താദ് തയ്യാറാക്കിയ പ്രവർത്തന രൂപരേഖയ്ക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. 1961 ഫെബ്രുവരി സമസ്തയുടെ 21ാം വാർഷിക സമ്മേളനം കക്കാട് പാനായുക്കുളം നഗറിൽ നടക്കുമ്പോഴാണ്, ആ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് സമസ്തയുടെ കീഴ്ഘടകമായി SYSന് അംഗീകാരം കിട്ടുന്നത്. SYSന്റെ അമരത്തുണ്ടായിരുന്നു കേരള മുസ്ലിമീങ്ങളുടെ ആത്മീയ ചക്രവാളത്തിലെ സൂര്യ തേജസ് മഹാനായ ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ നേതൃത്വം നൽകിയ SYS, മഹാനായ പാണക്കാട് പൂക്കോയ തങ്ങൾ SYSനെ നയിച്ചു. 1976 മഹാനായ മർഹൂം EK ഹസൻ ഉസ്താദ് അവറുകൾ പ്രസിഡന്റും, മഹാനായ സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ AP ഉസ്താദ് ജനറൽ സെക്രട്ടറിയുമായിട്ട് 76 SYSന് ഒരു കമ്മിറ്റി നിലവിൽ വന്നു. അങ്ങനെ EK ഹസൻ ഉസ്താദ് പ്രസിഡന്റും AP ഉസ്താദ് സെക്രട്ടറിയുമായിട്ട് ഒരു കമ്മിറ്റി നിലവിൽ വന്നപ്പോഴാണ് SYS സജീവമായത്. 1982 EK ഹസൻ ഉസ്താദിന്റെ വഫാത്തുണ്ടായി. ആ 82 EK ഹസൻ ഉസ്താദിന്റെ വഫാത്തുണ്ടായപ്പോ പണ്ഡിതർ ഒരുപോലെ പറഞ്ഞു, EK ഹസൻ ഉസ്താദ് ഇരുന്ന SYSന്റെ പ്രസിഡന്റ് കസേരയിൽ ഒരൊറ്റ പേരാണ് പറഞ്ഞത് 82. അത് മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദിന്റെ പേരാണ്. 1982 മുതൽ 1995 വരെ SYSനെ നയിച്ചു മഹാനായ MA ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ MA ഉസ്താദിന്റെ ഇടപെടലുകൾ സമസ്തയുടെ രംഗത്ത്, മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന രംഗത്ത്, വൈജ്ഞാനിക മുന്നേറ്റ രംഗത്ത് MA ഉസ്താദ് ചെയ്തിട്ടുള്ള സേവനങ്ങൾ ഒരു വിശ്വാസിക്കും ഒരു മുസ്ലിമിനും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. മദ്രസ പ്രസ്ഥാനത്തിന്റെ ശില്പി എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ MA ഉസ്താദിനെ വിളിക്കാം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ നിലക്ക് സാത്വികരായ പണ്ഡിതന്മാർ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് നേതൃത്വം നൽകി. അൽഹംദുലില്ലാഹ്, അവരൊക്കെ നയിച്ച പ്രസ്ഥാനം ഇന്ന് മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് അവറുകൾ, അല്ലാഹു ആ തണൽ ഒരുപാട് കാലം ആസ്വദിക്കാൻ പടച്ചവൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ ആ പുഞ്ചിരിക്കുന്ന മുഖത്തേക്കൊന്ന് നോക്ക്. സുലൈമാൻ ഉസ്താദിന്റെ പൂമുഖം, വുളൂ നഷ്ടപ്പെടാതെ ജീവിതത്തിൽ സദാസമയം വുളൂഇലായി ജീവിക്കാൻ നിർബന്ധ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്. ആ മുഖത്ത് കാണുന്ന പ്രകാശിതമായ പൂമുഖം പോലെ, ആ പുഞ്ചിരി പോലെയാണ് അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സ്. ഒരാളെ കുറിച്ചും ഗീബത്ത് പറയില്ല, ഒരാളെ കുറിച്ചും നമീമത്ത് പറയില്ല, ഒരാളെ കുറിച്ചും വേണ്ടാത്തത് പറയില്ല. ഹറാമായ ഒരു മുതലിൽ കലരാതിരിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കുന്ന പണ്ഡിതൻ. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഒരു ദിവസം സുലൈമാൻ ഉസ്താദിന്റെ അടുത്ത് പോയി. എൻ്റെ കൂടെ വേറെ ആളുണ്ട്. അപ്പൊ അദ്ദേഹം ഉസ്താദിനോട് തുറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ പണം, വലുതൊന്നുമല്ല, ഒരു കൂലിപ്പണിക്കാരനായ ഒരു സാധുവായ മനുഷ്യനാണ്, ഒരു ചെറിയ പൈസ ഉസ്താദിന്റെ കയ്യിൽ ദ്വരക്കിന്ന് പറഞ്ഞു കൊടുത്തപ്പോ ഉടനെ ഉസ്താദ് ചോദിക്കുന്ന ചോദ്യം, അനക്കെന്താ പണിയുന്ന?
ആ പണി അറിഞ്ഞതിന് ശേഷമാണ് ഉസ്താദ് അത് വാങ്ങിവെച്ചത്. അത്രയും സൂക്ഷ്മത. അതുകൊണ്ടാണ് ആ ഉസ്താദുമാരെ ധിക്കരിച്ചും അവരുടെ പൊരുത്തക്കേട് വാങ്ങിച്ചും എന്തെങ്കിലുമൊക്കെ ലേശം വാചകമടിക്കാൻ കഴിയുമ്പോഴേക്കും ഞാനാണിതെല്ലാം കൊണ്ടു നടക്കുന്നത് എന്ന ഒരു ചിന്ത വന്നപ്പോൾ അവരൊന്നുമല്ലാതെയായി തീർന്നത് ആ വലിയ മനുഷ്യന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. അള്ളാഹു അവിടത്തൊക്കെ പൊരുത്തവും ഗുരുത്വവും ഒക്കെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എ പി ഉസ്താദിനെ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല. ആരോഗ്യമുള്ള സമയത്ത് നമുക്കറിയാം ഈ ഉമ്മത്തിനു വേണ്ടി, നമ്മുടെ രാജ്യത്തിനു വേണ്ടി, ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, സമസ്ത പ്രവർത്തിക്കുന്നത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. സമസ്തയുടെ ഏറ്റവും വലിയ മുഖ്യമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ യഥാർത്ഥ തനിമ ഇവിടെ നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. ആ തനിമ ഇവിടെ നിലനിന്നാലേ മതസൗഹാർദ്ദം ഉണ്ടാവുള്ളൂ.